ഇന്ത്യ വിട്ട് നമ്മുടെ ദുബായിലേക്ക് ബിസിനസ് കൊണ്ടുപോയതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റോയിക്ക് അടിപൊട്ടിയത്. ഇവിടെ ഒരുപാട് ബുദ്ധി ഉപയോഗിച്ച് പല കളികളും കളിച്ച് പല ഭയങ്കര ലാഭങ്ങളുണ്ടായി. ഈ ലാഭം കിട്ടിയ കാശ് മുഴുവൻ അതുപോലെ വേറെ സമ്പാദ്യവും വന്നിട്ടുണ്ട്. വേറെ സമ്പാദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരും ഇഷ്ടംപോലെ കാശ് സഹായിച്ചിട്ടുണ്ട്. അവർക്ക് എടുത്തേക്കാൻ പറ്റാത്ത കാശ് ഇവിടെ കൊടുക്കും. അപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ദുബായിലേക്ക് കൊണ്ടുവരും. ദുബായിൽ അവിടെ കൊണ്ടുപോയിട്ട് അവിടെ വലിയൊരു പാർട്ടി നടത്തി. എല്ലാ ബിസിനസ്സുകാർക്കും സിനിമാ നടന്മാർക്കും അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഇന്ത്യയിലുള്ള പല രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഒക്കെ ഒരുപാട് പാർട്ടി നടത്തി. അതിൽ കൂടെ കോടികളാണ് റോയിയുടെ കയ്യിൽ ചെന്നപ്പെട്ടത്. അപ്പോൾ ആ കോടികൾ ദുബായിൽ വെച്ചിട്ട് ആ കോടികൾ വെച്ചിട്ട് ബിസിനസ് ചെയ്യാനാണ്. പക്ഷേ റോയിയെ പോലുള്ള ഒരാൾ ദുബായിൽ പോയിട്ട് ബിസിനസ് ചെയ്യുമ്പോൾ അവിടുത്തെ ഒരു വലിയൊരു ശൃംഖലയുണ്ട്. റിയൽ എസ്റ്റേറ്റ് മാഫിയ എന്ന് പറയും. അവിടുത്തെ ഭീമന്മാർ അവർക്കത് ദഹിച്ചില്ല. അവരാണ് റോയിന് ഒറ്റിക്കൊടുത്തത്. ആ ഗവൺമെൻറ്റിന് ഒറ്റിക്കൊടുത്തു. ഇന്ത്യയും അതുപോലെ തന്നെ UAE തമ്മിൽ ഇങ്ങനെയുള്ള പണങ്ങൾ കണ്ടമാനം ഇവിടെ നിന്നുള്ള ആൾക്കാർ അവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്താലും അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്താലും അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് പിടിക്കാനുള്ള ഒരു എഗ്രിമെൻറ്റ് കരാർ നമ്മുടെ ഇന്ത്യയും UAE തമ്മിൽ ഉണ്ട്. പക്ഷെ അത് ആരും അത്ര ശ്രദ്ധിക്കാറില്ല. പക്ഷേ ഇപ്രാവശ്യം അത് വളരെ സ്ട്രോങ് ആക്കിയതിന് ശേഷമാണ് അവിടുത്തെ റിയൽ എസ്റ്റേറ്റ് ഭീമന്മാർ ഈ കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ പൈസയുടെ ഉറവിടം എവിടെയാണ് എന്ന് അന്വേഷിക്കാനായിട്ട് ഗവൺമെൻറ് അടുത്ത് പ്രഷർ ചെലുത്തിയത്. അപ്പോൾ ആ ഗവൺമെൻറ് എന്തുണ്ടായി, ഇന്ത്യൻ ഗവൺമെൻറ്റിനോട് പറഞ്ഞു ഇങ്ങനെ കോൺഫിഡൻസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ കോടികൾ കൊണ്ടുവന്ന് ചെയ്യുന്നുണ്ട്, ആ കാശിൻ്റെ ശരിക്കുള്ള ഉറവിടം കണ്ടെത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റിനെ അറിയിച്ചു. അത് വെച്ചിട്ടാണ് ED നമ്മുടെ റോയിനെ ചോദ്യം ചെയ്തതും അതുപോലെ തന്നെ റെയ്ഡ് ചെയ്തതും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. പല പല രേഖകളും വളരെ സ്ട്രോങ് ആയുള്ള രേഖകളൊക്കെ കണ്ടെടുത്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇപ്പോൾ പുറത്ത് വരില്ല. അതൊന്നും പുറത്ത് പറയേണ്ട കാര്യം EDക്കും ഇല്ല, ഗവൺമെൻറ്റിനും ഇല്ല. ഇത് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്റും അതുപോലെ UAE ഗവൺമെൻറ്റും തമ്മിലുള്ളൊരു ധാരണയാണിത്. അപ്പോൾ ഇനിയിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റോയി ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ ഈ സ്വത്തുക്കളെല്ലാം ചിലപ്പോൾ കണ്ടുകിട്ടിയേനെ. റോയി ജയിലിലാവും. അങ്ങനെ ഒരു അവസ്ഥ ഒഴിവാക്കിയിട്ട് ഇനിയുള്ള സ്വത്തെങ്കിലും അത് സംരക്ഷിക്കാനും ഒരു ചോദ്യങ്ങളില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് മൂപ്പര് ആത്മഹത്യ ചെയ്തത്. ഇതൊക്കെ ഒരു 2-3 മാസം മുമ്പ് തന്നെ മൂപ്പര് തീരുമാനിച്ചതാണ്. അന്ന് തിരഞ്ഞെടുത്തെന്ന് മാത്രമേ അല്ലാണ്ട് ഇതിലൊരു EDയും കൈകടത്തില്ല. ഇതൊക്കെ ദുബായിൽ കൊടി കുത്താൻ പോയതാണ് ഏറ്റവും വലിയ പരാജയം അവിടെ ഉണ്ടായത്. അല്ലാണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ ഇതിന് കാരണം കണ്ടെത്താനായിട്ട് ഇനി കാരണം ഒന്നും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് വരുന്നത് നിങ്ങൾ ആരും പ്രതീക്ഷിക്കേണ്ട. ഇതിൻ്റെ കാരണമൊക്കെ